എത്രയൊക്കെ വരുമാനമുണ്ടായിട്ടെന്താ, ഒരാവശ്യം വന്നാൽ കടം വാങ്ങാനേ നിവൃത്തിയുള്ളൂ. ഈ ഒരു വാചകം ഭൂരിഭാഗം പേര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. അതിനു കാരണം സാമ്പത്തിക ഇടപാടുകളിൽ നമുക്കുള്ള ചില ദുശീലങ്ങളാണ്. അങ്ങനെ ഒഴിവാക്കിയാൽ മികച്ച സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന 10 ശീലങ്ങളെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. 1. വരവ് ചിലവുകളെ പറ്റി ധാരണയില്ലാതെ വരിക. അതിനെപ്പറ്റി ധാരണ ലഭിക്കുന്നതിനായി നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ചിലവ് ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. ശേഷം വരുമാനം എത്രയായിരുന്നുവെന്നും കണക്ക് കൂട്ടണം. ഇതിനുശേഷം ഈ ചിലവായ തുക വരുമാനമായി ലഭിച്ച തുകയിൽ നിന്ന് ഒന്ന് കുറച്ചു നോക്കാം. ശരിയായ രീതിയിലാണ് നിങ്ങളുടെ ചിലവുകളെങ്കിൽ തീർച്ചയായും ഒരു ബാലൻസ് എമൗണ്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, വരവിനേക്കാൾ വലിയ ചിലവുകളാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെന്ന്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ ഉറപ്പായും വലിയൊരു കടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾ പോലും തിരിച്ചറിയില്ല. 2. മാസമുള്ള വരുമാനത്തിന് അനുസരിച്ചുള്ള ഒരു ബജറ്റ് കീപ്പ് ചെയ്യാതിരിക്കുക. പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് സാലറി ലഭിച്ച 10 ദിവസത്തിനുള്ളിൽ കടക്കാരനാകും എന്നത്. അത് ഈ പറയുന്നത് പോലെ ബജറ്റ് ഇല്ലാത്തതിനാലാണ്. അതിനായി നിങ്ങൾക്ക് മാസ വരുമാനമായി ലഭിക്കുന്ന തുകയിൽ ലോൺ, EMI എന്നീ അടവുകൾ എല്ലാം കഴിഞ്ഞ് ഒരു 10,000 രൂപ കയ്യിലുണ്ടെന്ന് കരുതുക. അപ്പോൾ ആ എമൗണ്ടിൽ വേണം നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് കഴിയാൻ. അതിനായി ബാലൻസ് ഉള്ള ആ 10,000 രൂപയെ ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസമായി വിഭജിക്കുക. അതായത് ഉദാഹരണത്തിന് 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് വിഭജിച്ചാൽ 333.33 എന്നൊരു തുക ലഭിക്കും. അതായത് നിങ്ങൾ ഒരു ദിവസം ഈ ഒരു 333.33 രൂപയ്ക്ക് മുകളിൽ ചിലവാക്കാൻ പാടില്ല. അതിന് മുകളിലേക്ക് ചിലവ് പോകാതിരുന്നാൽ അനാവശ്യമായി കടം വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. 3. അനാവശ്യമായുള്ള പർച്ചേസ്. ഒരു വസ്തു കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് ശരിക്കും തനിക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ വാങ്ങിവെക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള വസ്തുക്കളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ആ വസ്തുക്കൾ മാറ്റിവെക്കുക. ശേഷം അധികം ഉപയോഗമില്ലാതെ ഇരിക്കുന്ന കാര്യങ്ങളും മാറ്റിവെക്കുക. ഒരു കാര്യം ഉറപ്പാണ്, അനാവശ്യമായി വാങ്ങിക്കൂട്ടിയ കുറച്ച് സാധനമെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടാകും. ഈ തരത്തിൽ ചിന്തിക്കാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് അനാവശ്യമായുള്ള ചിലവുകളിലേക്കും അതുവഴി കടങ്ങളിലേക്കും നിങ്ങളെ നയിക്കാൻ സാധ്യതയുള്ള ഒരു ശീലമാണ്. 4. ചിലവെല്ലാം കഴിഞ്ഞ് സേവ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. റീസണബിൾ ആയുള്ള ഒരു വരുമാനം ഉണ്ടായിട്ടും ചിലവെല്ലാം കഴിഞ്ഞ് സേവ് ചെയ്യാൻ ആരംഭിക്കാമെന്ന് കരുതാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം തന്നെ സേവിങ്സിനായി മാറ്റിവെക്കാൻ ശീലിക്കുക. ഈ ഒരു തരത്തിൽ ചെയ്തു ശീലിച്ചാൽ സേവ് ചെയ്ത് കഴിഞ്ഞുള്ള ബാലൻസ് എമൗണ്ടിൽ ചിലവ് നിയന്ത്രിക്കാൻ ഏറെ താമസിക്കാതെ തന്നെ നിങ്ങൾ ശീലിക്കുകയും ചെയ്യും. 5. ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ശീലം. സേവിങ്സിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതും. ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് പലരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. പ്രധാനമായും ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് പണപ്പെരുപ്പത്തിലൂടെയാണ്. അതായത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് 1 പവൻ സ്വർണം വാങ്ങാൻ നമ്മൾ നൽകിയ പണമല്ല ഇന്ന് നമ്മൾ നൽകേണ്ടത്. അതുപോലെ ഇന്ന് 100 രൂപ നൽകി വാങ്ങുന്ന സാധനങ്ങൾ 5% പണപ്പെരുപ്പം എന്ന് കണക്ക് കൂട്ടിയാൽ അടുത്ത വർഷം 105 രൂപ നൽകി വാങ്ങേണ്ടി വരും. ഇവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളെ സഹായിക്കുന്നത്. നന്നായി മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചാൽ ഭാവിയിലേക്കുള്ള ഒരു സമ്പാദ്യമായി അത് നിങ്ങൾക്ക് മാറുകയും ചെയ്യും. 6. തിരിച്ചു നൽകേണ്ടതിനെ പറ്റി ധാരണയില്ലാതെ കടം വാങ്ങുന്ന ശീലം. തിരിച്ചു നൽകേണ്ടതാണെന്ന് ഓർക്കാതെ കടം വാങ്ങുന്ന ശീലം നിങ്ങളെ കടക്കാരനാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. കടം വാങ്ങുന്ന സമയം തനിക്ക് ഇപ്പോഴുള്ള ബാധ്യതകളിലേക്ക് ഒന്നുകൂടിയാണ് കടം എന്ന് മനസ്സിലാക്കിയിരിക്കണം. ആവശ്യങ്ങൾ വരുന്ന ഉടനെ ഒന്നും ചിന്തിക്കാതെ കടം വാങ്ങുന്നതും അനാവശ്യമായി പേഴ്സണൽ ലോണുകൾ എടുക്കുന്നതും കടത്തിലേക്ക് നയിക്കുന്ന ഒരു ദുശീലം തന്നെയാണ്. 7. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് യാത്രാ ആവശ്യത്തിന് ഒരു ബൈക്ക് വാങ്ങണം. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഒരു ബൈക്ക് വാങ്ങുന്നത് അധികം പണം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ തൻ്റെ ബൈക്ക് മറ്റുള്ളവരെ കാണിക്കാൻ തക്ക വിലയുള്ളതായിരിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അതിന് ഉദ്ദേശിക്കുന്നതിലും അധികം പണച്ചിലവുണ്ടായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് തങ്ങളുടെ ജീവിതത്തിലും അതുപോലെ പകർത്തണമെന്ന ശീലം ഒഴിവാക്കുക. 8. ആവശ്യമുള്ള സാധനങ്ങൾ കടം വാങ്ങിയായാലും വാങ്ങിവെക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റണം, പക്ഷെ കയ്യിൽ പണവുമില്ല. ആ ഒരു അവസ്ഥയിൽ കടം വാങ്ങി ആവശ്യം നിറവേറ്റുന്ന ശീലം നല്ലതല്ല. ഇത് കടബാധ്യതകൾ വർദ്ധിപ്പിക്കും. ഓൺലൈനിൽ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളാണെങ്കിലും ഗാഡ്ജറ്റുകളാണെങ്കിലും കയ്യിൽ പണമില്ലെങ്കിലും കടം വാങ്ങി പർച്ചേസ് ചെയ്ത് വെക്കാൻ പാടില്ല.
ഇത് നിങ്ങളുടെ അടുത്ത മാസത്തിലെ വരുമാനത്തിലേക്കുള്ള കടമായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ തുടർന്നാൽ തീർച്ചയായും കടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയാതെയാകും. 9. ഒരേ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. ഒരു വരുമാനമേ ഉള്ളൂ, ആവശ്യങ്ങളെല്ലാം ആ ഒരു വരുമാനത്തിലൂടെ നടന്നു പോകുന്നുമുണ്ട്, എനിക്ക് അത് മതി. ഈ ഒരു ചിന്തയോടെ മുന്നോട്ട് പോയാൽ ഭാവിയിൽ ആ ഏക വരുമാനം നിലയ്ക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ കടം വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ നിർബന്ധിതനാകും. 10. എമർജൻസി ഫണ്ട് ഇല്ലാതെ വരിക. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകളാണ് അസുഖങ്ങൾ വരുന്നതും അതിന് ചികിത്സ തേടുക, അങ്ങനെ തുടങ്ങി കുറേയേറെ കാര്യങ്ങൾ. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് അതിനായി കുറച്ച് പണം മാറ്റിവെക്കുവാൻ ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അപ്രതീക്ഷിത ചിലവുകൾ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ കടം വാങ്ങലിനെ ആശ്രയിക്കും. ഈ ശീലങ്ങളെല്ലാം തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ വരുമാനം ഇനി എത്ര ചെറുതാണെങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ദീർഘകാല സമ്പത്ത് കെട്ടിപ്പടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും.